അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. 1920 മുസ്തഫ മൻഫലൂത്തി രചിച്ചിട്ടുള്ള ഫീ സബീലി താജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. ഒരു ചെറിയ ഒരു കഥയാണ്, ഒരു രാജ്യവും അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെയും കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് ഒന്ന് ആ രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള മീലൂഷ്, അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയിലുള്ള ഒരു ഗവർണറാണ്, ഒരു അമീറാണ് ബുറാൻ കൂമീർ എന്ന് പറയുന്നത്. ബുറാൻ കൂമീറിൻ്റെ ഭാര്യ മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് ബാസിലീദ്. അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭാര്യയിലുള്ള മകനാണ്, അതായത് അദ്ദേഹത്തിൻ്റെ മകനാണ് ആര്, കുസ്തൻതീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ബുറാൻ കൂമീറിൻ്റെ, ഈ ഗവർണറുടെ, ഈ അമീറിൻ്റെ ഭാര്യ മരിക്കുന്നത്. ആ സ്ത്രീ വളരെയധികം സ്വാലിഹാത്തായിട്ടുള്ള നല്ലൊരു സ്ത്രീയായിരുന്നു. വലിയ ഉയർന്ന മനസ്സുള്ള, അതുപോലെ തന്നെ നല്ല മനക്കരുത്തുള്ള ഒരു സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ, അഥവാ നമ്മുടെ കുസ്തൻതീനിൻ്റെ മാതാവായിട്ടുള്ള ആ സ്ത്രീ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു. ആ മഹദിയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അവരുടെ മകനായിട്ടുള്ള കുസ്തൻതീന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉപ്പയുടെ സ്വഭാവങ്ങളും ഈ കുസ്തൻതീന് കിട്ടിയിട്ടുണ്ട്. ഉപ്പയുടെ ധീരതയും അതുപോലെ തന്നെ മനക്കരുത്തും ക്ഷമയും ദൃഢനിശ്ചയവും അതുപോലെ തന്നെ ഈ ഉമ്മത്തിനെയും രാജ്യത്തെയും സേവിക്കുന്നതിലുള്ള ദുരിതത്തെ പേറാനുള്ള കഴിവും എല്ലാം ഈ ഉപ്പയിൽ നിന്ന് ഈ മകൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഉപ്പയ്ക്കും അതുപോലെ തന്നെ നല്ലൊരു ഉമ്മയ്ക്കും പിറന്ന നല്ലൊരു മകനായിരുന്നു കുസ്തൻതീൻ. ആ രാജാവിൻ്റെ അഥവാ ഈ അമീറിൻ്റെ വലങ്കയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിൽ നിന്നും എല്ലാ പ്രയാസഘട്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അങ്കി കൂടിയായിരുന്നു, ഒരു പടയങ്കി പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നത്. ആ മകൻ്റെ പ്രശസ്തിയെല്ലാം ഈ രാജ്യത്ത് ഒട്ടാകെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രശസ്തമായിരുന്നു. ആ മകൻ്റെ പ്രശസ്തി ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു. അത്തരത്തിൽ നല്ല സ്വഭാവവും നല്ല മഹിമയും ധീരനുമായിരുന്നു ആ കുസ്തൻതീൻ എന്ന് പറയുന്ന മകൻ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചരിത്രത്തിലുള്ള സ്ഥാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും, അദ്ദേഹം പിതാവാണ് എന്നുള്ളൊരു സ്ഥാനവും ഇല്ലായിരുന്നെങ്കിൽ ഈ പിതാവിനേക്കാൾ മുകളിൽ ജനങ്ങളെല്ലാവരും ഈ മകനെ സ്നേഹിക്കുമായിരുന്നു. അത്തരത്തിൽ ഈ പിതാവിനേക്കാൾ വലിയ സ്ഥാനമായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഈ കുസ്തൻതീൻ എന്ന് പറയുന്ന യുവ ഗവർണർക്കുള്ളത്, ഈ ഗവർണറുടെ മകനായിട്ടുള്ള അമീറിന്റെ മകനുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം രണ്ടാമതായി വിവാഹം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ബാസിലീദ് കോൺസ്റ്റാന്റിനോപ്പിളിലെ ബൈസന്റീനിയൻ കുടുംബത്തിൽ നിന്നുള്ള, സീസർമാരുടെ ബൈസന്റീനിയൻ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് ബാസിലീദ് എന്ന് പറയുന്നത്. അവൾ വളരെയധികം മാസ്മരികമായിട്ടുള്ള, ഈ ഹൃദയങ്ങളെല്ലാം കവരുന്ന, അതുപോലെ തന്നെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന അത്തരത്തിലൊരു മാസ്മരികമായിട്ടുള്ള സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു ബാസിലീദ്. അവളുടെ നോട്ടത്തിൽ തന്നെ ഒരു വിചിത്രതയുണ്ട്. ഒരു വേട്ടക്കാരൻ അവളുടെ ആ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞാൽ, അവളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു പന്തികേടുള്ളതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകും. അത്തരത്തിൽ ഒരു സംശയാസ്പദമായിട്ടുള്ള, ഒരു പന്തികേടുള്ള വിചിത്രമായ ഒരു നോട്ടമായിരുന്നു ബാസിലീദിൻ്റേത്. അങ്ങനെ ഈ രാജാവിൻ്റെ മനസ്സിൽ ഈ സ്ത്രീ ബാസിലീദ് വളരെയധികം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരാൾക്കും ലഭിക്കാത്തൊരു സ്ഥാനം. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെക്കാളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ലവനായിട്ടുള്ള മകനേക്കാളും വലിയ സ്ഥാനം ഈ ബാസിലീദിനായിരുന്നു ഈ രാജാവിൻ്റെ, ഈ അമീറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ ഈ രാജാവ് മതിമറന്നുകൊണ്ട് അവൾക്ക് കീഴ്പ്പെട്ടു പോയിരുന്നു. അദ്ദേഹം അവളിൽ വളരെയധികം ആകർഷ്ടനായിക്കൊണ്ട് അവൾക്ക് കീഴ്പ്പെട്ടു പോയിരുന്നു. അവളുടെ കൽപ്പനയല്ലാതെ അദ്ദേഹം മറ്റൊരാളുടെ കൽപ്പന സ്വീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ലാതെ ഈ അമീർ ഒരു കാര്യവും തീരുമാനിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ മാധുര്യവും അതിൻ്റെ ഭംഗിയൊക്കെ ലഭിക്കുന്നത് അവളിലൂടെ മാത്രമായി. അവളുടെ ഭാഗത്തുനിന്ന് കാറ്റടിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ വിജയവും അതുപോലെ തന്നെ ആ വിജയവും അതേപോലെ തന്നെ ക്ഷേമത്തിൻ്റെയും മണമെല്ലാം കിട്ടുന്നത്. അഥവാ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ലോകം അവളായി മാറി. ആ രീതിയിൽ അവൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. ആ സ്ത്രീ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് വകാനത്ത് ഇംറാത്തൻ തമൂഹ, ആ സ്ത്രീ വളരെയധികം അലച്ചയുള്ളൊരു സ്ത്രീയായിരുന്നു. അവൾക്ക് ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിന്ന് അവൾ പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പദവിയും, രണ്ടാമത്തത് വലിയ വലിയ നേട്ടങ്ങളും ബഹുമാനവും അതുപോലെ തന്നെ പദവികളും. ഇത് 2 കാര്യം മാത്രമാണ് അവൾ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവളുടെ വികാരങ്ങൾക്കും അവളുടെ ഫീലിങ്സിനൊക്കെ അതിജയിക്കുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് അവളുടെ പിതാക്കന്മാരുടെ ചരിത്രവും അതുപോലെ തന്നെ ഈ തുർക്കിക്കാർ ബൈസന്റീനിയനെ നശിപ്പിച്ചപ്പോൾ, കീഴടക്കിയപ്പോൾ ഉണ്ടായിരുന്ന ആ ബൈസന്റീനിയന്റെ ഉണ്ടായ നാശനഷ്ടങ്ങളും, ഈ 2 കാര്യങ്ങൾ മാത്രമേ അവളുടെ വികാരങ്ങൾക്ക് മുകളിലായിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ അലച്ചയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ സ്ത്രീ. അവൾ എല്ലാ സദസ്സുകളിലും, അത് പ്രൈവറ്റ് ആവട്ടെ അതുപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള പൊതു സദസ്സുകളാവട്ടെ, എല്ലാ സദസ്സുകളിലും അവൾ പറയുന്ന ഒരു പഴയ പ്രവചനമുണ്ട്. ആ പ്രവചനം പ്രവചിക്കുന്ന ഒരാൾ, ഒരു ജ്യോത്സ്യൻ പ്രവചിച്ച ഒരു പ്രവചനം അവൾ എല്ലാ സദസ്സുകളും ഇങ്ങനെ
പറയാറുണ്ട്. അതിൻ്റെ ആ പ്രവചനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, അവൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അവളുടെ തൊട്ടിലിൻ്റെ ചുറ്റുമിങ്ങനെ കളിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ജ്യോത്സ്യൻ അവളുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. ആ വന്ന സമയത്ത് ഈ കുട്ടിയെ നോക്കിക്കൊണ്ട് ഈ ജ്യോത്സ്യൻ ഒരുപാട് നേരം നോക്കി നിന്നുകൊണ്ട് ഇവളുടെ ഉമ്മയോട് ഈ ജ്യോത്സ്യൻ പറയുകയുണ്ടായത്രേ, ഇവളുടെ ഭാവിയിൽ വലിയൊരു രാജകുമാരിയാവും, വലിയ സ്ഥാനങ്ങളിലെത്തും എന്ന് ഈ ജ്യോത്സ്യൻ ഇവളുടെ ഉമ്മയോട് പറയുകയുണ്ടായത്രേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവളെന്താണ് ഈ ജ്യോത്സ്യന്റെ പ്രവചനത്തെ വളരെയധികം വിശ്വസിക്കുകയും അതിനെ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതുവരെ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രായം ചെന്നിട്ടുള്ള ഈ അമീറിനെ ഇവൾ വിവാഹം ചെയ്യാൻ, അതായത് വളരെയധികം സൗന്ദര്യമുള്ള യുവതിയായിട്ടുള്ള ഈ സ്ത്രീ ഇത്രയും പ്രായം ചെന്ന കുസ്തൻതീൻ്റെ പിതാവായിട്ടുള്ള ആ അമീറിനെ വിവാഹം ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ ആ നേതൃത്വത്തിനോടുള്ള, ആ സ്ഥാനങ്ങളുടെ പദവിയോടുള്ള അവളുടെ അലച്ചയായിരിക്കാം ഒരുപക്ഷെ. കാരണം ഇത്തരത്തിൽ യുവതിയായിട്ടുള്ള വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ഒരു പടുവൃദ്ധനായിട്ടുള്ള ഒരാളുടെ കൂടെ ഉണ്ടാവുക, ഒരാളുടെ ഭാര്യ ആയിരിക്കുക എന്നുള്ളത് വളരെയധികം വിചിത്രമായിട്ടുള്ള, നാദിറായിട്ടുള്ള, വളരെ വിരളമായിട്ടുള്ള ഒരു കാര്യമാണ്. അവളുടെ ആഗ്രഹങ്ങൾ, അവളുടെ ഈ പ്രതീക്ഷകളെല്ലാം, അവളുടെ ആ പ്രവചനം സത്യമാക്കാൻ വേണ്ടിയിട്ട് ഈ രാജാവിലൂടെ അവളുടെ ആ ആശകളെല്ലാം നിറവേറ്റാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ. കാലങ്ങളായിട്ട് ഈ രാജാവിൻ്റെ മനസ്സിൽ അവളുടെ ആശകളെല്ലാം അവൾ കുത്തിനിറച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഇവളെന്താണ് വലിയ സ്ഥാനത്തെത്തണം എന്നുള്ള ആ ഒരു ആശയം, അവളുടെ ആ ഒരു ആഗ്രഹം രാജാവിൻ്റെ മനസ്സിൽ അവൾ നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് അതിനുള്ള വെള്ളം അവൾ ഒഴിച്ചു കൊടുക്കുന്നു. അവളുടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കൽ എന്താണ്? അവളുടെ ആ സൗന്ദര്യമാണ്. അപ്പോൾ ഈ സൗന്ദര്യം വെച്ചുകൊണ്ട് രാജാവിനെ മാക്കിക്കൊണ്ട് അവളുടെ ആഗ്രഹങ്ങളെല്ലാം രാജാവിൻ്റെ മനസ്സിലും ഇവൾ ഇട്ടു കൊടുക്കുകയാണ്. അങ്ങനെ ഈ രാജാവിൻ്റെ മനസ്സിലുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളെല്ലാം അവൾ നിറച്ചു. ഈ രാജാവ്, ഈ അമീർ മറ്റെല്ലാ കാര്യങ്ങളെ തൊട്ടും ഒഴിവായി കൊണ്ട് പൂർണ്ണമായിട്ടും ഇവളിലേക്ക് അമീർ തിരിഞ്ഞു. അഥവാ അദ്ദേഹത്തിൻ്റെ ലോകം ഇവൾ മാത്രമായി മാറി. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഈ പ്രധാനപ്പെട്ട രാജാവുണ്ടല്ലോ, ഇദ്ദേഹം ഒരു അമീറാണ്. ഈ അമീറിൻ്റെയും മുകളിലുള്ള പ്രധാനപ്പെട്ട രാജാവാണ് മീലൂഷ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മരിക്കുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീ, അഥവാ നമ്മുടെ ബാസിലീത് കാത്തിരുന്ന ആ ഒരു സമയം വന്നെത്തിയിരിക്കുന്നു. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സമയം വന്നെത്തിയിരിക്കുന്നു. ആ പ്രവചനം, അവൾ ജ്യോത്സ്യൻ പ്രവചിച്ച ആ ഒരു പ്രവചനം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അവളുടെ ജ്യോത്സ്യൻ ഒരിക്കലും എന്താവുകയില്ല, കളവ് പറയുന്ന ഒരാളല്ല. അങ്ങനെ ഇവളുടെ ഭർത്താവായിട്ടുള്ള ആ വൃദ്ധനായിട്ടുള്ള അമീറിനെയും വിളിച്ചുകൊണ്ട് മേൽക്കൂരകളൊക്കെ ഇടുങ്ങിയ ഒരു വഴിയിൽ പോയി നിന്നുകൊണ്ട് ആ രാജാവിനോട് എന്താണ് കാര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയാണ്. അദ്ദേഹം, അഥവാ ഈ അമീർ എന്താവണം, മീലൂഷിന് ശേഷം രാജ്യത്തിന്റെ രാജാവ്, ഇദ്ദേഹം ഇപ്പോൾ ഒരു അമീറാണല്ലോ, അദ്ദേഹം ഈ രാജ്യത്തിന്റെ രാജാവ്, അടുത്ത രാജ്യത്തിന്റെ രാജാവ് ഇദ്ദേഹം ആവണം എന്നാണ് ഇവളുടെ ആഗ്രഹം. അത് കാരണം എന്താണ്, ഈ ഇദ്ദേഹം രാജാവായാലേ ഇവളെന്താവുള്ളൂ, രാജ്യത്തിന്റെ രാജ്ഞിയാവുള്ളൂ. അങ്ങനെ ഇവൾക്ക് എന്താണ്, ഇവളുടെ ആഗ്രഹം രാജാവിനോട് പറയുകയാണ്. അങ്ങനെ രാജാവാണെങ്കിലോ ഈ അമീറാണെങ്കിലോ ഇവളെ പൂർണ്ണമായിട്ടും പിന്തുടരുകയും അതുപോലെ തന്നെ ഇവൾ വരച്ച വരയിലൂടെ എന്താണ് നടക്കാനും തുടങ്ങി. അതായത് പൂർണ്ണമായും അവൾ എന്ത് ചെയ്യും, എല്ലാ പ്ലാനുകളും അവളിടും, എല്ലാ കാര്യങ്ങളും അവൾ ഓർഡർ ചെയ്യും. അവളുടെ കയ്യിലുള്ള ഒരു ബൊമ്മ പോലെ, ഒരു പാവക്കുട്ടി പോലെയായി ഈ അമീർ. അങ്ങനെ ഈ അമീർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി, അടുത്ത രാജാവിൻ്റെ പദവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളെയും സഹായികളെയൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജംഇയ്യത്തുൽ വതനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ രാജ്യസഭ, ആ രാജ്യസഭയിലുള്ള ഒരുപാട് അംഗങ്ങളെയും വിളിച്ചുകൊണ്ട് അവരെല്ലാം അദ്ദേഹത്തിന്റെ വശത്താക്കുക. അവരോടൊക്കെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിനോട് സഹായം ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നം, ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട്, അടുത്ത രാജാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ എന്താണ് അദ്ദേഹം ഇവരെല്ലാവരും, ഈ രാജ്യസഭയിലുള്ള എല്ലാവരെയും വശപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഇവരുടെ അടുക്കലൊക്കെ പോയിക്കൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിനെയും അതുപോലെ തന്നെ ജനങ്ങളെയും സേവിച്ചതിൻ്റെ കണക്കുകളൊക്കെ പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഈ രാജ്യത്തിനെ ശത്രുക്കളിൽ നിന്നൊക്കെ ഡിഫെൻസ് ചെയ്താണ്ട് നിന്നതിലും പ്രതിരോധിച്ചു നിന്നതിലും അദ്ദേഹത്തിൻ്റെ കൈകളെയും, അഥവാ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അവരോടൊക്കെ പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ യുവത്വവും ഒക്കെ അദ്ദേഹം ചെലവഴിച്ചു. ഇത്രയും കാലം ഈ ശത്രുക്കളോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തെ സംരക്ഷിച്ച് പ്രതിരോധിച്ചു നിന്നു. അങ്ങനെ അദ്ദേഹത്തിന് നിരബാധിച്ചിരിക്കുന്നു. ഏകദേശം വാർദ്ധക്യമായിക്കൊണ്ട് അദ്ദേഹം ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന, അഥവാ മരണത്തിനോട് അടുത്തിരിക്കുന്ന ഒരു സമയത്താണ്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഈ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെല്ലാം തൻ്റെ വശത്തേക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ ഈ കാര്യങ്ങളിലേക്കൊക്കെ അവരെ നയിക്കുന്നത് ഈ
രാജപദവിയോടുള്ള ആ ഒരു അലക്ഷ്യയും അതുപോലെ തന്നെ ആഗ്രഹവുമാണ് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ കുസ്തന്തീനോ, അവരുടെ മകനായിട്ടുള്ള കുസ്തന്തീൻ ഈ കാര്യങ്ങളെ തൊട്ടൊക്കെ പൂർണ്ണമായിട്ടും വെടിഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവന് ഏറ്റവും പ്രിയപ്പെട്ട, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അവൻ്റെ ഉമ്മയുടെ ആ ഒരു മരണം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരിക്കലും മായാത്ത ഒരു രീതിയിലുള്ള ഒരു ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് ടെൻഷനും അതുപോലെ തന്നെ ദുഃഖമൊക്കെ ഈ ഉമ്മയുടെ മരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് ഏക ആശ്വാസമായിട്ടുണ്ടായിരുന്നത് അവൻ്റെ ഉപ്പയുടെ വാത്സല്യമായിരുന്നു. എന്നാൽ ഈ ബാസിലീദിനെ വിവാഹം ചെയ്യലോടുകൂടെ ഈ അമീർ, അവൻ്റെ ഉപ്പ, പൂർണ്ണമായിട്ടും ബാസിലീദിലേക്ക് തിരികെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യവും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും ഈ മകനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ മകന് ഉമ്മാൻ്റെ വാത്സല്യം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഈ ബാസിലീദ് വന്നതോടുകൂടെ ഉപ്പയുടെ വാത്സല്യം കിട്ടുന്നില്ല. അങ്ങനെ പൂർണ്ണമായും ജീവിതത്തിൽ ഒരു ടെൻഷനും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് കുസ്തന്തീൻ ഉള്ളത്. കുസ്തന്തീന് സ്വയം ഒരു യതീമാണ്, ഒരു യതീമിൻ്റെ നിന്ദ്യത തോന്നി തുടങ്ങി. താനൊരു യതീമാണ് എന്നുള്ള രീതിയിൽ തോന്നി തുടങ്ങി. ഇത്തരത്തിലുള്ള ഒരു വാത്സല്യമുള്ള ഹൃദയമോ അതുപോലെ തന്നെ കരുണ കാണിക്കുന്ന ഹൃദയമൊന്നും ഇല്ലാത്ത ഒരു എല്ലാ പ്രതീക്ഷകളും മുറിഞ്ഞു പോയിട്ടുള്ള ഒരു ദരിദ്രയുടെ ഒരു അനുഭൂതിയായിരുന്നു, ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിനെ പരിഗണിക്കുന്നതായിട്ടുള്ള, അദ്ദേഹത്തിന് വാത്സല്യം കൊടുക്കാൻ, അദ്ദേഹത്തിന് സ്നേഹത്തോടെ പെരുമാറാൻ അദ്ദേഹത്തിന് ഉമ്മയില്ല. ഉള്ള ഉപ്പയാണെങ്കിലോ ഉപ്പയ്ക്ക് ബാസിലീദ് മതി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഉപ്പയിൽ നിന്ന് കിട്ടിയിരുന്ന പണ്ട് കിട്ടിയിരുന്നിട്ടുള്ള വാത്സല്യമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ അവൻ വലിയ വലിയ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ തന്നെ വളരെയധികം ഭീകരമായിട്ടുള്ള, ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലുള്ള സാഹസികതകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എങ്ങാനും ആ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് അവൻ വളരെയധികം ശക്തമായിട്ട്, വളരെയധികം സാഹസികമായിട്ട് പോരാടുകയും ആ പോരാട്ടത്തിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ഉമ്മയില്ലാത്ത, അതുപോലെ തന്നെ വാത്സല്യം ലഭിക്കാത്ത ഈ ജീവിതത്തിൻ്റെ ഈ വിഷമങ്ങളിൽ നിന്നെല്ലാം അവന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ സാഹസികതകൾ എടുത്തുകൊണ്ട് യുദ്ധത്തിലൊക്കെ പോരാടാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയൊരു യുദ്ധത്തിൽ അവൻ പോരാടുകയും വളരെ വലിയ രീതിയിലാണ് അവൻ സാഹസികതകൾ ചെയ്യുകയും ചെയ്തു. അവനും അതുപോലെ തന്നെ അവൻ്റെ സൈന്യവും മരണത്തെ തേടുന്ന രീതിയിൽ ശക്തമായി പോരാടി. പക്ഷെ അവരുടെ ആ ഒരു പ്രതീക്ഷ അവർക്ക് ലഭിച്ചില്ല. അഥവാ അയാൾ എന്ത് ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല. മറിച്ച് ആ യുദ്ധത്തിൽ ആരും കാണാത്ത രീതിയിലുള്ള വലിയൊരു വിജയം അദ്ദേഹത്തിന് കരസ്ഥമായി. ആർക്ക്? ഈ കുസ്തന്തീനെ കരസ്ഥമായി. അങ്ങനെ ഈ തുർക്കികളിൽ നിന്ന് തറാജാൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ഇദ്ദേഹം രക്ഷിക്കുകയുണ്ടായി. ഈ തറാജാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവരുടെ, ഈ ഇദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഒരു വലിയൊരു അഭയകേന്ദ്രവും അതുപോലെ തന്നെ അവരുടെ ജോലികൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ ഈ തറാജാനുള്ള ജനങ്ങളെ ഇദ്ദേഹം സംരക്ഷിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 1-2 ഭാഗങ്ങൾ കൂടെ ഇതിന് ശേഷം കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.